ഹായ് ഫ്രണ്ട്സ്, നമുക്കതൊരു മഞ്ഞ പാവയ്ക്ക അച്ചാർ, പാവയ്ക്ക ക്യാരറ്റ് അച്ചാർ എന്ന് പറയും. മഞ്ഞ കളറാണെങ്കിൽ നാട്ടിൻപുറത്തുകാർ വെള്ള പാവയ്ക്ക അല്ലെങ്കിൽ വെളുത്ത പാവയ്ക്ക അച്ചാർ എന്നൊക്കെ പറയും. എന്നാലും കളർ മഞ്ഞയെന്നുകൊണ്ട് തന്നെ ഞാൻ മഞ്ഞ പാവയ്ക്ക എന്ന് പറയുന്നു. ആ പാവയ്ക്ക കനം കുറച്ച് നീളത്തിലരിയുക, എന്നിട്ട് എണ്ണയിലൊന്ന് വഴറ്റി കോരുക. മൊരിയൊന്നും വേണ്ട, ആ വെള്ളം ഒന്ന് വറ്റിയാൽ മതി, ജലാംശം ഒന്ന് വറ്റിച്ചെടുക്കുക എന്ന് മാത്രമേ നമ്മുടെ ഉദ്ദേശമുള്ളൂ. അതുപോലെ തന്നെ കോരിയ ശേഷം ബാക്കിയുള്ള ക്യാരറ്റും നീളത്തിലരിഞ്ഞത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. വേവണ്ട, ക്യാരറ്റിൻ്റെയും ജലാംശം കുറച്ചൊന്ന് വലിച്ച് മാറ്റുന്നു എന്ന് മാത്രമേ അതിൻ്റെ ഉദ്ദേശമുള്ളൂ. ക്യാരറ്റും ജസ്റ്റ് ഒന്ന് ഇട്ട് രണ്ടിളക്കി ഇളക്കുക, അങ്ങോട്ട് കോരി മാറ്റുക. അപ്പോൾ ക്യാരറ്റും നീളത്തിൽ തന്നെ അരിയുക. എങ്ങനെയാണോ നമ്മുടെ പാവയ്ക്ക അരിഞ്ഞത് അതേപോലെ തന്നെ ക്യാരറ്റ് വരിക. ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. എരിവിനുള്ള പച്ചമുളക്, കാരണം മുളക് പൊടിയൊന്നും ചേർക്കാത്തതുകൊണ്ട് പച്ചമുളക് ഉപയോഗിക്കാം, കാന്താരിമുളക് ഉപയോഗിക്കാം, അതൊക്കെ ഉപയോഗിക്കാം. നമ്മൾ വറുത്ത് കോരിയ എണ്ണയിലേക്ക് തന്നെ കടുക് പൊട്ടിച്ച്, ഉലുവ അതിലേക്ക് പൊട്ടിച്ച്, മീൻസ് പൊട്ടിക്കല്ല വറുക്കുക എന്ന് പറയത്തില്ല, ആ മീനിങ് എടുത്താൽ മതി. എണ്ണയിലേക്ക് കടുക് ഉലുവ ഇട്ട് അതിലേക്ക് കറിവേപ്പില ഇട്ടു. ഇനി നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നീളത്തിൽ തന്നെ അരിഞ്ഞത്. ഇനി ജസ്റ്റ് ഒന്ന് വഴറ്റി ഒന്ന് മൂപ്പിച്ച് ഇതിൻ്റെ പച്ച ചൊവ അല്ലെങ്കിൽ പച്ച ജലാംശം മാറ്റി എടുക്കുക. അതും പെട്ടെന്ന് നല്ല തീയിലാണ് എടുക്കുന്നതെങ്കിൽ പെട്ടെന്ന് ആവുന്നത്. നമുക്ക് ഇതിന് വേണ്ടുന്ന സാമഗ്രികളെന്ന് പറഞ്ഞാൽ ഉലുവാപ്പൊടി, കായപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി. ഉലുവാപ്പൊടി, കായപ്പൊടി, മഞ്ഞൾപ്പൊടി, അതിൻ്റെ കൂടെ പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കാം. ഉപ്പുപൊടി, അതിൻ്റെ പുറകെ ഉലുവാപ്പൊടി, ഇനി അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നന്നായി ഇളക്കി കായപ്പൊടി കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായി യോജിപ്പിക്കാം. നമ്മുടെ കായപ്പൊടി കൂടി ചേർത്ത ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ മഞ്ഞളും ഉപ്പും ഉലുവാപ്പൊടിയും കായപ്പൊടിയും ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച ശേഷം നമുക്കതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വിനാഗിരിക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളവും വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ നല്ലൊരു കൊഴുപ്പായി വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വയറ്റി കോരി വെച്ചിരിക്കുന്ന നമ്മുടെ പാവയ്ക്കയും ക്യാരറ്റും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെയാണ് ആവശ്യമുള്ള വെള്ളം നമ്മളിവിടെ ചേർത്ത് കൊടുക്കുക. പാവയ്ക്കയും ക്യാരറ്റും മുങ്ങിക്കെടുക്കാൻ പാകത്തിനുള്ള വെള്ളം നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്രേവി എല്ലാം കൂടി നന്നായിട്ട് യോജിച്ച് വന്ന ശേഷം നമുക്കതിലേക്ക് നമ്മുടെ വയറ്റി കോരിയ ക്യാരറ്റും അതേപോലെ തന്നെ ക്യാരറ്റ് ചേർത്തു. അതേപോലെ തന്നെ അതിൻ്റെ കൂടെ നമ്മൾ വയറ്റി കോരി വെച്ചിരിക്കുന്ന പാവയ്ക്കയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാവയ്ക്കയായി. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഞാൻ ഒരു കയ്യിൽ മൊബൈൽ ഫോണും ഒരു കൈ കൊണ്ട് ഇളക്കവും കൂടി ചെയ്യുന്നതുകൊണ്ടാണ് പ്രയാസം വരുന്നത്. ട്രൈപോഡൊന്നും യൂസ് ചെയ്യുന്നില്ല, ധൃതിക്ക് എടുക്കുമ്പോഴേക്കും അങ്ങനെ എടുത്തങ്ങ് പോകും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് യോജിപ്പിക്കുക. വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പാവയ്ക്ക ക്യാരറ്റ് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി തണുത്ത ശേഷം നമുക്ക് കുപ്പിയിലാക്കി വയ്ക്കാം. 1-2 ആഴ്ചയ്ക്ക് ശേഷം നമുക്കത് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഹാവ് എ നൈസ് ഡേ. ബൈ.